ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ്റ്റ് ആൻഡ് ക്യാച്ച് ബ്രോസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിനായിട്ടാണ്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു കണ്ടാണ്. അവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ടൈമായി. ഇവിടെ അത്യാവശ്യം ആക്ടിവിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് ബ്രാവോൻ്റെ മില്ലർ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രാവോൻ്റെ മില്ലർ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളി ഒരു ഫ്രോഗാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു പിങ്ക് കളറും അതിൽ ഒരു ലൈനും ബ്ലാക്ക് ലൈനും പിന്നെ മേളിലൊരു ബ്ലൂ കളറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രോഗ്. നല്ലൊരു ഐസൊക്കെയാണ്. പിന്നെ ഒരു എൽ ഷേപ്പ് സ്പിന്നറും അതിലൊരു ഹോളൊക്കെ ആയിട്ട് സിവിലാണ് സ്പിന്നർ വന്നിരിക്കുന്നത്. പിന്നെ നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മസ്റ്റാർഡിൻ്റെ ഹുക്കായതുകൊണ്ട് മീനടിച്ച് എന്തായാലും കരക്ക് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഫ്രണ്ടിൽ നല്ലൊരു സിവിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ നല്ല കാസ്റ്റിംഗ് ഇതിന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രോഗിന് നല്ല ആക്ഷനും റാറ്റ്ലിങ് സൗണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീനൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ അതുമായിട്ട് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ കാസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ അടുത്ത സ്പോട്ടിൽ നിന്ന് കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു പുല്ലിൻ്റെ അവിടെയാണ് മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നൊരു സ്ട്രൈക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളത് വെച്ച് കാസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഈ സ്പോട്ട് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു ചേറാനടിച്ച് ഇവിടുന്ന് ആ പുല്ലിൻ്റെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എപ്പോഴും കാസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ എപ്പോഴും മീൻ വെട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബ്രാവോൻ്റെ മില്ലർ ഒരു ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ഫ്രോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഹുക്ക് തിരിഞ്ഞ് പുല്ലുകളിൽ ഉടക്കും. സോഫ്റ്റ് ഫ്രോഗിൻ്റെ ഒരു പ്രശ്നം നമ്മളെപ്പോഴും പറയുന്നതാണ്, പെട്ടെന്ന് പുല്ലിൽ ഉടക്കും. പിന്നെ ഇത് 5 സെൻറ്റിമീറ്റർ 7 ഗ്രാമിൽ ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. 7 ഗ്രാം ആയതുകൊണ്ട് തന്നെ സ്പിന്നിങ്ങിൽ നമുക്ക് കുറച്ച് കാസ്റ്റിങ് കിട്ടുകയുള്ളെങ്കിലും ബെയ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദൂരത്ത് എറിഞ്ഞിടാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ കാസ്റ്റ് ചെയ്ത് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ബ്രാവോനെ മില്ലറിലാണ് അടിച്ചത്. അപ്പോൾ കുഞ്ഞു മീനായതുകൊണ്ട് നമ്മളതിനെ വളർത്താൻ എടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.